അഴീക്കോട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന കൃത്യമായ നിർദ്ദേശം അണികൾക്ക് നൽകിയിരുന്നുവെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ്. ആരെ പിന്തുണച്ചുവെന്ന് വെളിപ്പെടുത്തുന്നില്ല. തോറ്റത്തിൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് SDPIയെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും ഒരു തീവ്രവാദ പ്രവർത്തനവും പാർട്ടി നടത്തിയിട്ടില്ലെന്നും ബഷീർ കണ്ണാടിപ്പറമ്പ് കണ്ണൂരിൽ പറഞ്ഞു. അഴീക്കോട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കൃത്യമായി തന്നെ പ്രവർത്തകരോട് പറഞ്ഞിരുന്നുവെന്ന് SDPI ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ് പറഞ്ഞു. ആർക്ക് വോട്ട് ചെയ്തു എന്ന് പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. SDPI വോട്ട് കൃത്യമായി പറഞ്ഞവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അഴീക്കോട് വലിയ UDF മെജോറിറ്റിയുള്ള മണ്ഡലത്തിൽ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തന്നെ മത്സരിച്ചിട്ട് പരാജയപ്പെടുക എന്ന് പറഞ്ഞത് അതിദയനീയമാണ്. ആ സംഗതികൾ, അതിന് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരിൽ ചാപ്പ് കുത്തുന്ന പ്രവണത മുസ്ലിം ലീഗിന് ജില്ലാ അധ്യക്ഷൻ അവസാനിപ്പിക്കണമെന്നാണ് SDPIക്ക് പറയാനുള്ളത്. SDPIന്റെ കൃത്യമായ മത്സരങ്ങൾ, കൃത്യമായ നിലപാട് അതിന്റെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി SDPI പ്രവർത്തകന്മാർ നിർവഹിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി പാർട്ടിയുടെ പ്രവർത്തകന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു. അത് നമ്മളിവിടെ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അനുകൂല തരംഗത്തിനിടയിലും അഴീക്കോട് UDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. SDPIയെ തീവ്രവാദ സംഘടന എന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കരീം ചേലേരി വിശേഷിപ്പിച്ചത്. രാഷ്ട്രീയ പക്വതയില്ലാത്ത പ്രസ്താവനയാണിത്. ലീഗിലെ ഭിന്നതയാണ് അഴീക്കോട്ടെയും കൂത്തുപറമ്പിലെയും പരാജയത്തിന് കാരണം. കേരളത്തിൽ ഇത്ര വലിയ തരംഗം ഉണ്ടായപ്പോഴും അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് പരാജയപ്പെടാനുള്ള കാരണം കൃത്യമായി മനസ്സിലാക്കാതെ SDPIയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാനാണ് കരീം ചേലേരി ശ്രമിച്ചത്. ഒരു രാഷ്ട്രീയ പക്വതയില്ലാതെ ഒരു പ്രസ്താവനയായിരുന്നു കരീം ചേലേരി നടത്തിയത്. എങ്ങനെയാണ് അഴീക്കോട് മണ്ഡലത്തിൽ പരാജയപ്പെടാനുള്ള കാരണം? UDFിനുള്ളിലുള്ള മുസ്ലിം ലീഗിലടക്കമുള്ള ഭിന്നതയാണ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. BJPയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കാൻ കരീം ചേലേരി ഉൾപ്പെടെ ശ്രമിച്ചുവെന്നും ബഷീർ കണ്ണാടിപ്പറമ്പ് പറഞ്ഞു. ലീഗാണ് വർഗീയത പറഞ്ഞത്. SDPI ഇതുവരെ വർഗീയതയോ തീവ്രവാദ പ്രവർത്തനമോ നടത്തിയിട്ടില്ല. അത് തെളിയിക്കാൻ അബ്ദുൽ കരീം ചേലേരിയെ വെല്ലുവിളിക്കുന്നതായും ബഷീർ കണ്ണാടിപ്പറമ്പ് പറഞ്ഞു. ജില്ലാ സെക്രട്ടറി മുസ്തഫ നാറാത്ത്, അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള നാറാത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.